എല്ലാവർക്കും നമസ്കാരം. തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോ എന്ന വയലൻസ് ചിത്രം. 16-ാം ദിവസം തിയേറ്ററുകളിലേക്ക് കടന്നിരിക്കുന്ന മാർക്കോ എന്ന സിനിമയുടെ 14 ദിവസത്തെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരള കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് ചിത്രമായിട്ട് മാർക്കോ മാറിക്കഴിഞ്ഞു. അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ചിത്രത്തിന് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഹിന്ദി പതിപ്പിൽ കിട്ടുന്ന കയ്യടികൾ. ആദ്യത്തെ 14 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 37,85,00,000 രൂപയാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ വരുമ്പോൾ ചിത്രം 13 കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 50 കോടി എന്ന നേട്ടം ഉണ്ണി മുകുന്ദൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദന്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 50 കോടി നേടുന്ന ചിത്രമായിട്ട് മാർക്കോ മാറിക്കഴിഞ്ഞു. ഇനി മാർക്കോയുടെ ഇന്ത്യ വിട്ട് ഓവർസീസ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ആദ്യ 14 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 28,65,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 14 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം 80 കോടിക്ക് മുകളിലാണ്. മാർക്കോയുടെ 15-ാം ദിവസമായി ഇന്നലെ ബുക്ക് മൈ ഷോയുടെ മാത്രം വിറ്റുപോയത് ഏകദേശം 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അതിനേക്കാൾ മികച്ചൊരു ടിക്കറ്റ് ബുക്കിംഗ് ചിത്രത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 16-ാം ദിവസമായ ഇന്ന് ഡൽഹിയിൽ മാത്രം ഹിന്ദി പതിപ്പ് കളിക്കുന്നത് 250-ന് മുകളിലുള്ള ഷോകളാണ്. ഹൈദരാബാദിൽ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് കളിക്കുന്നത് 250-ന് മുകളിലുള്ള ഷോകൾ. ചെന്നൈയിൽ മാത്രം ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് 51 ഷോ കളിക്കുന്നുണ്ട്. കൊച്ചിയിൽ മലയാളം പതിപ്പ് 95 ഷോകളാണെന്ന് കളിക്കുന്നത്. അങ്ങനെ മാർക്കോ 16-ാം ദിവസവും ഗംഭീരമാക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.